ഹലോ! വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ വീക്ക്ലി സ്കിൻ കെയർ റൊട്ടീൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ സ്കിന്ന് ഞാനൊന്ന് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് ഒരാഴ്ചയായി. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഒട്ടും ഞാൻ ശ്രദ്ധ കൊടുക്കണേ ഉണ്ടായിരുന്നില്ല. വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അതിൻ്റെയൊക്കെ സ്കിന്നിൽ കാണാനുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി, പിമ്പിൾസ് വന്നു. കണ്ണൊക്കെ ഇരിക്കണ കണ്ടാൽ എനിക്ക് തന്നെ കണ്ണാടിയിലേക്കേ നോക്കാൻ തോന്നാത്ത രീതിയിൽ എൻ്റെ മുഖം ഇരിക്കണേ. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇന്നലെ രാത്രി കിടന്നപ്പോൾ എന്തോ എൻ്റെ ചുണ്ടിൽ കടിച്ചു. അതാണ് ഇങ്ങനെ വീർത്തിരിക്കുന്നത്. അയ്യോ! അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. കം ഓൺ. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടാ വന്നേക്കണേ. എനിക്ക് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനുണ്ട്. ഒരാഴ്ചയായി. ഒരാഴ്ചയല്ല, ഒരാഴ്ച കൂടുതലായെന്ന് തോന്നുന്നു ചെയ്തിട്ട്. അപ്പം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം. ഇത് നമ്മുടെ അലോവേര ജെല്ല. ഇത് വെച്ചിട്ട് ഞാൻ ഫേഷ്യൽ ഹെയർ ഒക്കെ കളയുന്നത്. അപ്പം നിന്റെ കുറച്ച് ഇങ്ങനെ കയ്യിലേക്ക് വയ്ക്കാം. വെച്ചിട്ട് ഫേസിൽ തേച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുള്ളൂ. കാരണം ഇല്ലെങ്കിൽ എൻ്റെ കൃതാവൊക്കെ പോകും. അവിടെ അധികം പണിയാൻ നിക്കത്തില്ല. കാരണം എനിക്ക് പേടിയാ. ഇനിയിപ്പോ എന്തേലും ചെയ്ത് പിരികവും കാണും പോയാലോ വിചാരിച്ച് അവിടെ ഞാൻ അധികം പണിയാറേ ഇല്ല. അപ്പോൾ ഞാൻ പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പർ ലിപ്പിൽ മാത്രം കുറച്ച് വളർന്നിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു. അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് സ്കിൻ കെയറിലേക്ക് പോകാം. കുറേ ദിവസമായി ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒന്ന് മര്യാദക്ക് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ടോണർ അപ്ലൈ. അപ്പോ സ്വിസ് ഇമേജിന്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറെ നാളായി യൂസ് ചെയ്യുന്നത്. നല്ലത് സ്വിസ് ഇമേജിന്റെ റേഡിയൻസ് വൈറ്റനിങ് ടോണർ ആട്ടോ. അടിപൊളിയാ. അപ്പൊ ടോണർ നല്ലപോലെ ഫേസിലേക്ക് അബ്സോർബ് ആയിട്ട് ഇനി നമുക്ക് എസെൻസ് എടുക്കാം. നമ്മുടെ സ്നെയിൽ മ്യൂസിയം നമുക്ക് അപ്ലൈ ചെയ്യാം. രണ്ടരേ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി സിറം യൂസ് ചെയ്യാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റ് ആട്ടോ. ഇത് ഡാർക്ക് സ്പോട്ട് കറക്റ്റനിങ് ഗ്ലോ സിറം. ഇത് ഞാൻ യൂസ് ചെയ്ത് ഇത് തീർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിച്ച ഇതിനകത്തൊന്ന് വരത്തില്ല, മൊത്തം തീർന്നു. പക്ഷെ ഇതിനകത്ത് ഇനിയും ഉണ്ട്. ഇത് അടിപൊളിയാണ്. ഇത്തിരി എക്സ്പെൻസീവ് ആണ്. എന്നാലും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാനായിട്ട് ഭയങ്കരമായിട്ട് ഈ സാധനം ഹെൽപ്പ് ചെയ്യും. ഇതാണൊരു ഇതിന്റെ ഫോർമുല. ഇത് ഡാർക്ക് സ്പോട്ട് ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ ഇപ്പം എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. അടിപൊളി സാധനമാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാ. അടിപൊളി ഐറ്റാണ്. അഫോർഡ് ചെയ്യാൻ ഒരു 1500 എബോവ് വരും. മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്തോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്സിസ് വൈ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിന്റെ പേര് ആക്സിസ് വൈ ഡാർക്ക് സ്പോട്ട് കറക്റ്റനിങ് ഗ്ലോ സിറം. മിന്ത്രയിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. മിന്ത്രയിൽ ഇത് അവൈലബിൾ ആണ്. നൈക്കയിൽ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ആമസോണിൽ ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും മിന്ത്രയിൽ അവൈലബിൾ ആണ്. സിറം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് ഒലയുടെ ഡേ ക്രീം. ഇത്രയേ ഉള്ളൂ എൻ്റെ വീക്ക്ലി സ്കിൻ കെയർ റൊട്ടീൻ. പിന്നെ ഡെയിലി, അതായത് നിങ്ങൾ റെഗുലർ ആയിട്ട് സ്കിൻ കെയർ ചെയ്യണ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഒരാഴ്ച സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ സ്കിന്നിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. എൻ്റെ ഇപ്പം ഈ വീഡിയോയിൽ എത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് കുളമായി. ഇഷ്ടം പോലെ എന്താ ഭയങ്കരമായിട്ട് കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഒക്കെ വന്നു. മൊത്തം ഒരു മാതിരി. അപ്പം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. ഇടയ്ക്ക് വെച്ച് നിർത്താനോ അല്ലെങ്കിൽ ചെയ്യാണ്ടൊന്നും ഇരിക്കരുത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്